ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് വീണ്ടും ഒരു പുതിയൊരു വീടിനെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മളിന്നുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ മലയൻകീഴ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ വിശേഷങ്ങളിലോട്ട് പോവാം. വീടെന്ന് പറയുന്ന എല്ലാവരുടെ ഒരു സ്വപ്നമാണ്. ആ സ്വപ്നത്തിന് ചേർന്നൊരു വീട് ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. 4 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ വളരെ മനോഹരമായിട്ടൊരു പണിതൊരു വീട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ഈ വീട് എന്നെ ആകർഷിച്ചത് ഇതിൻ്റെ ഡിസൈനിങ്ങിലാണ്. വളരെ ഭംഗിയായിട്ട് ഓരോ സൈഡും നല്ല രീതിക്ക് അവർ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ട് ഏരിയയെക്കുറിച്ച് പറയാനാണെങ്കിൽ, ഗേറ്റ് തുറന്ന് നേരെ കയറുമ്പോൾ ഇടത് സൈഡിലായിട്ട് ഒരു കാർ പോർച്ച് ഏരിയയോട് ചേർന്നിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് ഒരു ഒതുക്കിയ ഒരു കിണർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കിണറിൻ്റെ മുൻവശത്തായിട്ട് ഒരു അത്യാവശ്യം നല്ലൊരു ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് ആ ഏരിയ ഫുള്ള് കവർ ചെയ്ത് നല്ല വൃത്തിക്ക് അത് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അത്യാവശ്യം ഉപയോഗിക്കാനും നല്ല ഓടാനും ചാടാനും വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വീടിനുള്ളിലേക്ക് കയറി വരുമ്പോൾ ഒരു മിനിമൽ ഏരിയയിൽ വളരെ ഭംഗിക്ക് സെറ്റ് ചെയ്തൊരു കുഞ്ഞ് സിറ്റ് ഔട്ട്, അതിനോട് ചേർന്ന് 2 സ്റ്റെപ്പ്. ആ സിറ്റ് ഔട്ട് ഏരിയ ഫുള്ള് നല്ല വുഡൻ ഫിനിഷിൽ നല്ല രീതിക്ക് പാനൽ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ഡോറാണെങ്കിലും ഫ്രണ്ട് വിൻഡോയുടെ ഡോറാണെങ്കിലും വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ ഫ്രണ്ട് ഡോറിൻ്റെ ഡിസൈനിങ്ങിലാണ്. വളരെ മനോഹരമായിട്ട് വളരെ യുണീക്കായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഡോർ. ഫ്രണ്ട് ഡോറ് തുറന്ന് നമ്മൾ കയറി വരുന്നത് ഒരു ലിവിങ് ഏരിയയിലോട്ടാണ്. ആ ലിവിങ് ഏരിയ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ടൈൽസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ലക്ഷറി സ്റ്റൈലിലുള്ള ഒരു കളർ ടോണിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ലിവിങ് ഏരിയയിൽ നമുക്ക് ഏറ്റവും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ലൈറ്റാണ്. വളരെ മനോഹരമായിട്ട് ഇവർ അതിൻ്റെ ലൈറ്റ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ വോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല എക്സിക്യൂട്ടീവ് ഡിസൈനിൽ തന്നെ ആ ഒരു വോൾ സീലിംഗ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ലിവിങ് ഏരിയയുടെ ഒരു ലുക്ക് മാറ്റുന്നത് ദാണ്ടെ ഈ ഒരു TV യൂണിറ്റ് ഏരിയ. വളരെ മനോഹരമായിട്ട് വുഡൻ ഫിനിഷിൽ നല്ല സ്റ്റോറേജ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അവർ ഓരോന്നും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ സ്പേസും നല്ല രീതിക്ക് യൂട്ടിലൈസ് ചെയ്ത് നല്ല ഭംഗിക്ക് തന്നെ ഓരോന്നും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലിവിങ് ഏരിയ കഴിഞ്ഞ് നമ്മൾ കയറി വരുന്നത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലോട്ടുള്ള സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ട് സ്റ്റെപ്പിനോട് ചേർന്ന് ഒരു ഡൈനിങ് ഏരിയയോട് ചേർന്ന് ഒരു ഓപ്പൺ കിച്ചനോട് ചേർന്നിട്ടൊരു വാഷ് ഏരിയ. ഇത്രയുമാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ സ്പേസും വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടാണ് അവർ ഈ വീട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റെപ്പിനടിഭാഗത്തായിട്ടാണ് ഡൈനിങ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് ദാണ്ട് ഈ ഭാഗത്തായിട്ടൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. സ്പേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഫ്ലവറും അങ്ങനത്തെ സാധനങ്ങൾ സെറ്റ് ചെയ്യാൻ കണക്കിനൊരു ഏരിയ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പിനടിഭാഗത്തായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റെപ്പിൻ്റെ അടിഭാഗം തന്നെ ആ ഒരു വുഡൻ സ്റ്റൈലിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഈ വീട് അവർ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓരോ വീടിൻ്റെയും ഹൃദയഭാഗമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അതിൻ്റെ കിച്ചണാണ്. ഈ വീടിനെ എടുത്തെടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണെന്ന് ഞാൻ മുന്നേ പറഞ്ഞു. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കിച്ചൺ അവർ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. വളരെ മനോഹരമായിട്ട് ഓരോന്നും അവർ കൃത്യമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്റ്റോറേജ് സ്പേസ് ആയാലും ആ സ്പേസിനോട് ചേർന്നിരിക്കുന്ന ലൈറ്റ് സെറ്റപ്പ് ആണെങ്കിലും എല്ലാം കൃത്യമായിട്ട് അവർ 1 by 1 ആയിട്ട് അവർ നോക്കി തന്നെ അത് സെറ്റ് ചെയ്തിരിക്കുകയാണ്. കിച്ചണോട് ചേർന്ന് ഒരു വർക്ക് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ കൊടുത്തിട്ടുള്ളൊരു വർക്ക് ഏരിയ.
വർക്ക് ഏരിയയുടെ ഡോറ് തുറന്ന് നമ്മൾ വരുന്നത് വീടിൻ്റെ പുറകുവശത്തോട്ടാണ്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ബാക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് ഉപയോഗിക്കേണ്ട തരത്തിന് പൈപ്പ് കൊടുത്തിട്ടുണ്ട്. തുണി നനയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നനകല്ല് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനോട് ചേർന്നിട്ടൊരു ഏരിയ, പിന്നെ ഇവിടെ ഒരു പൈപ്പ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അധികം വീടുകളിൽ കാണാത്തൊരു സെറ്റപ്പാണ്. നമ്മൾ ഗ്യാസ് സിലിണ്ടർ വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രില്ലിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏറ്റവും സേഫ്റ്റി ആയിട്ടുള്ളൊരു കാര്യമാണത്. അത് നമ്മളെല്ലാ വീടുകളിലും ചെയ്യണം. അപ്പോൾ ഗ്രൗണ്ട് ഏരിയയിലെ മാസ്റ്റർ ബെഡ്റൂമിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ബെഡ്റൂം. ബെഡ്റൂമിൽ നമ്മൾ എടുത്തു പറയേണ്ട 2 കാര്യം. ഒന്ന്, ഫുള്ള് തടിയിൽ ചെയ്തിരിക്കുന്ന ഒരു വാൾഡ്രോബ്. നല്ല അത്യാവശ്യം നല്ല സ്പേസൊക്കെ ഉള്ള ഒരു വാൾഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അധികം ഒന്നും കാണാത്തൊരു സെറ്റപ്പ്, അതായത് ഇവിടെ ഒരു സ്പേസ്, അതായത് നമുക്ക് ഒരുങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഫുള്ളി കണ്ണാടിയൊക്കെ സെറ്റ് ചെയ്ത് അതിനകത്തൊരു സ്റ്റോറേജ് സ്പേസ്, അതായത് നമ്മുടെ മേക്കപ്പ് സാധനം, സ്പ്രേ, അങ്ങനത്തെ സാധനങ്ങൾ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബെഡ്റൂമിനോട് ചേർന്ന് ഒരു അറ്റാച്ച് ബാത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ പോകുന്നത് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ടാണ്. പോകുന്നതിന് മുന്നേ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ സ്റ്റെപ്പ് ഏരിയ ഫുള്ള് തടിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ സ്റ്റെപ്പിനോട് ചേർന്നിട്ടൊരു ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തോട്ട് നോക്കുമ്പോഴത്തേക്ക് അതും ഒരു വുഡൻ ഫിനിഷിൽ കംപ്ലീറ്റ്ലി പാനലിംഗ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലോട്ട് നമ്മൾ കയറി വരുമ്പോൾ ഇതൊരു പ്ലെയിൻ വാളാണ്. പക്ഷെ നമുക്ക് ആ പ്ലെയിൻ വാളെന്ന് തോന്നിക്കാത്ത തക്ക വിധത്തിന് അവരൊരു സിമെൻറ്റ് ഡസ്റ്റർ, അതിനകത്തൊരു ഗോൾഡൻ ലൈനും കൂടെ ഉൾപ്പെടുത്തി അവർ നല്ലൊരു ഡിസൈനിങ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഈ ഫസ്റ്റ് ഫ്ലോറിലോട്ട് കയറി വരുമ്പോൾ തന്നെ ആ ഒരു ഫീല് നമുക്കത് കൊണ്ടുതരുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലോട്ട് കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയൊരു TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഈ TV യൂണിറ്റിനോട് ചേർന്നിട്ട് ഒരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടേബിൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമുക്കൊരു കമ്പ്യൂട്ടറൊക്കെ വെച്ച് ഉപയോഗിക്കാൻ കണക്കിനുള്ള ഒരു കുഞ്ഞ് സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ കയറി വരുമ്പോൾ ഇടത് സൈഡിലായിട്ട് 2 ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് ബെഡ്റൂം. ഈ വീട്ടിൽ മൊത്തം 4 ബെഡ്റൂമാണ്. 4 ബെഡ്റൂം. ഗ്രൗണ്ട് ഫ്ലോറിൽ 1 ബെഡ്റൂം, ഫസ്റ്റ് ഫ്ലോറിൽ 3 ബെഡ്റൂം. ഈ 4 ബെഡ്റൂമിനും അറ്റാച്ച് ബാത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്.
ഇത് ഫസ്റ്റ് ഫ്ലോറിലെ ബാൽക്കണി ഏരിയ ആണ്. വളരെ മിനിമലായിട്ടുള്ള ഒരു ഏരിയ. അത്യാവശ്യം നല്ല രീതിക്ക് അത് ഒരു ഗ്ലാസിൻ്റെ ഫിനിഷിലൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ താഴെ കാണുന്ന അതേ സെയിം ഡിസൈനിങ്ങിൽ തന്നെയാണ് മുകളിലെ ബാൽക്കണി സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ വുഡൻ പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ഡോറ് തുറന്ന് നമ്മൾ സ്റ്റെപ്പിലോട്ട് പോകുന്ന ഒരു ഏരിയ ആണ്. അത്യാവശ്യം നല്ല ഒരു മിനിമം സ്പേസിൽ സെറ്റ് ചെയ്തിരിക്കുന്ന, ഒരുപാട് ഓപ്പൺ സ്പേസ് ഒന്നും എടുക്കാതെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നു. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗം, അതിൻ്റെ ടെറസിലാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ദാണ്ടെ നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട്, ഒരു മൗണ്ടൻ്റെ ഒരു വ്യൂ. വളരെ ലക്ഷറി സ്റ്റൈലിൽ പണിത ഈ വീട് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് ഇത് വിൽക്കുന്നത്. അപ്പോൾ ഈ വീടിനെ കുറിച്ച് ബാക്കി ഡീറ്റെയിൽസ് അറിയാൻ ഇതിൻ്റെ കോൺടാക്റ്റ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ചെക്ക് ചെയ്യുക, വീട് വന്ന് കാണുക, ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വാങ്ങിക്കുക.